ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. എവിടെ മക്കളെല്ലാവരും? എല്ലാവർക്കും സുഖമായിരിക്കൂലേ? അൽഹംദുലില്ലാഹ്, എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിനത് ഒരു ഉസ്താദിനൊരു ചിലവുണ്ടായൊരു ദിവസമാണ് കേട്ടോ. ഉസ്താദ്മാർക്ക് ചോറ് കൊടുക്കൽ ആ ഒരു ദിവസത്തെ പ്രിപ്പയർ കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ 3 നേരം ഉസ്താദ്മാർക്ക് എന്താണ് ഉണ്ടാക്കി പാത്രത്തിലാക്കി കൊടുത്തത് എന്നാണ് ഞാൻ പിന്നെ കാണിച്ചിന് കേട്ടോ. പിന്നെ അതെല്ലാം ഉണ്ടാക്കണതൊന്നും രാവിലെ ഇപ്പം ഞാൻ ഓടുദോശ ഇടുന്നതും പിന്നെ ദോശയും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇന്നലെ ഷോർട്ട് ഇട്ടിരുന്നല്ലോ, കക്കറൊട്ടി കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കണം. ഇന്നലെ ഷോർട്ട് ഇട്ടിരുന്നല്ലോ, മിഞ്ഞാന്ന് രാത്രി ഇട്ടിരുന്നല്ലോ. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം 3 നേരം പാത്രത്തിലാക്കി കൊടുക്കും. കുറേ ലെങ്തിയായി പോകും. വീഡിയോ ഫുള്ള് എടുക്കാനും നമുക്ക് പറ്റൂല അന്നത്തെ ദിവസം. പിന്നെ വീഡിയോ ഫുള്ള് ലെങ്തായി പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എന്നാലും എന്താണ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ രാവിലത്തെ ഉസ്താദ്മാർക്കുള്ളത് പിന്നെ തന്നെ കക്കറൊട്ടിയും, നമ്മളിവിടെ കക്കറൊട്ടി എന്ന് പറയും, കുഞ്ഞിപ്പത്തൽ എന്നും പറയും, പിടിയെന്നും പറയും. അതിന് ഉസ്താദ്മാരെ പാത്രം വന്നിട്ടോ. രാവിലത്തെ നാഷ്ടയാണ് ഈ കൊടുത്തയക്കണത്. അടിയത്തെ 4 തട്ടില്ലതാണ്. അങ്ങനെ അടിയത്തെ തട്ടിൽ കക്കറൊട്ടി ആക്കി കൊടുത്ത്, 2ാമത്തെ തട്ടിൽ ഓടുദോശ ആക്കി കൊടുത്ത്, ഓട്ടട കണ്ണൂർക്കാർ അങ്ങനെയല്ലോ അറിയില്ല, ഓട്ടട അതിന് ഓടുദോശ ആക്കി കൊടുത്ത്, പിന്നെ 3ാമത്തെ തട്ടിൽ ഇതാക്കി കൊടുത്തിട്ടോ. പിന്നെ ദോശ, നീരുദോശ, അപ്പെന്നും പറയും ചില സ്ഥലത്തേക്ക്, നീരുദോശ എന്നും പറയും, കലക്കിച്ചുട്ട അപ്പമെന്നും പറയും, അങ്ങനെ എല്ലാം പറയും. പിന്നെ ഗ്രീൻ പീസ് കറിയും. ഇത് 3ആണ് കേട്ടോ ഞാൻ ആക്കി കൊടുത്തത്. ചായയും. അങ്ങനെ ഇതൊരു ഫോട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ എനിക്കോൾ അയച്ചു തന്നീന്ന് കേട്ടോ. അത് പിന്നെ ആഡായിപ്പോയതാണ് ഇതിൽ. സോറി ട്ടാ തായിറ, അതിലിതായിപ്പോയതാണ്. അങ്ങനെ എന്താക്കിയാണ്. അപ്പം ഇങ്ങനെ പണിയെല്ലാം എടുത്തുകൊണ്ട് നിൽക്കുന്ന ചോറും കറിയെല്ലാം ആക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞായറാഴ്ച ആയിരുന്നു ഉസ്താദിൻ്റെ ചിലവ്. അപ്പം മോള് മാംഗോ ഉണ്ടായിട്ട് അത് ജ്യൂസ് അടിച്ചതാണ്. അപ്പം അതങ്ങനെ ഓള് വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഈ രീതിയിൽ പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ കളയാനൊന്നുമില്ല. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ പാത്രം വന്ന്, അങ്ങനെ ഉച്ചക്കത്തെ പാത്രം വേറെയാണ്. അതിന് 2 തട്ടിൽ അടിയിൽ മേലും ചോറാക്കി, പൊരിങ്ങല്ലൊരു ചോറ് തന്നെയാണ് കേട്ടോ ആക്കിയത്. അടിയിൽ മേലും പൊരിങ്ങല്ലൊരു ചോറാക്കി കൊടുത്ത്, പിന്നെ ഉച്ചക്കൊക്കെ ഇതന്നെ പച്ചക്കറി സാമ്പാറല്ല, തേങ്ങ അരച്ചിട്ട് പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് പരിപ്പും പച്ചക്കറി ഇട്ട് കറി വെച്ച് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ. 16 വട്ടം ഇളക്കി കൊടുത്തോണ്ട് നിൽക്കും. എത്തൂലേ എന്നും പറഞ്ഞിട്ട് ഒരു മനസ്സിക്ക് ഒരു സമാധാനം ഉണ്ട്. അതേപോലെ ചിലവ് നമ്മൾ അടുത്ത് എവിടെയെങ്കിലും എത്തിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വയറ്റിനൊരു കാളരായിരിക്കും. പഠിച്ചോനെ ഇതൊന്ന് കഴിഞ്ഞിനെങ്കിൽ ആ ദിവസം നമുക്ക് കഴിയും, എന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ മീന് പറഞ്ഞാൽ ഇങ്ങനെ കരിഞ്ഞതല്ല കേട്ടോ, ഇതെന്തോ ഒരു മീനേനു, എന്താ അടുവ പോലത്തെ ഒരു മീനായിരുന്നത്, ഒരു പരന്നിട്ട്. പക്ഷെ അത് പറഞ്ഞാൽ ക്രിസ്പി, ഇങ്ങനെ നല്ല ക്രിസ്പി ആകാണ്ട് രസം ഉണ്ടാവില്ല. അപ്പം ഞാൻ നല്ലോണം ക്രിസ്പി ആക്കിയാട്ടാ. അതിന് മീൻ മുളകിട്ടത് ആ പാത്രത്തിൽ സ്ഥലമില്ലേനും. അപ്പം പിന്നെ ഇവിടെ നിന്ന് ഒരു ടിഫിൻ ബോക്സ് എടുത്തിട്ട് അതിലാക്കി കൊടുത്തത് കാക്ക കൊണ്ടുവരും കേട്ടോ. പിന്നെ രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം പൊരിച്ചത് ചപ്പാത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതും ആക്കി കൊടുത്ത് അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞ്, കുഴപ്പമൊന്നുമില്ലാതെ. നമ്മളിവിടെ 5 ഉസ്താദ്മാരാണ് ചിലവ് കൊണ്ടുവന്ന ഒരാളും. അങ്ങനെ ചിക്കന് കടായും വെച്ച്, ചിക്കൻ കറിയും വെച്ച്, പിന്നെ നെയ്ച്ചോറും ആക്കി, ചപ്പാത്തിയും ചുട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞ്. അതുപോലെ എല്ലാവർക്കും കൊടുക്കാനും റാഹത്തായിട്ട് കഴിയട്ടെ. ഇനിയും നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ ആലിമീങ്ങൾക്കും എല്ലാവർക്കും ഇപ്പം നമുക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആവതില്ലാത്ത പാവങ്ങൾ കട്ടൻ ചായയും വേണം കേട്ടോ. അസ്സലാമു അലൈക്കും.